എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിലവിലുള്ള അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസൊക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ആകെ 300 വേക്കൻസികളാണുള്ളത്. ഈ വർഷം ഒഴിവരുന്ന 277 വേക്കൻസികളും കഴിഞ്ഞ വർഷത്തെ ഒഴിവുള്ള 23 വേക്കൻസികൾ ഉൾപ്പെടെ 300 വേക്കൻസികളായിരിക്കും. 112 അൺറിസേർഡ് ആണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 27, OBC 84, SC 50, ST 27 എന്ന രീതിയിൽ റിസർവേഷനും ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനാകെ 112 വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എക്സാമിനേഷൻ്റെ ഷെഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 2023 ജനുവരി 15 മുതൽ ജനുവരി 31 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും ഫീസ് അടയ്ക്കുവാനായിട്ടും കഴിയുക. അതുപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പരീക്ഷാ ഡേറ്റിൻ്റെ 7 മുതൽ 10 ദിവസം മുമ്പ് വരെ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ 2 ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 2023 ഫെബ്രുവരി 17, 20 തീയതികൾ നടത്താനായിട്ട് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ മെയിൻ എക്സാമിനേഷന് ഓൺലൈൻ തന്നെയാണ്. അത് 2023 മാർച്ച് 18 നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെൻറ്റേറ്റീവായിട്ട് ഡിസിഷനാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ LICയുടെ വെബ്സൈറ്റായ www.licindia.in എന്ന സൈറ്റിൽ ലഭ്യമായിരിക്കും. അടുത്ത നമുക്ക് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. പ്രായപരിധി പറയുകയാണെങ്കിൽ പ്രായപരിധിയും മറ്റു ക്വാളിഫിക്കേഷൻസും ഒക്കെ 1/1/2023 അടിസ്ഥാനമാക്കിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രായപരിധി 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. അതായത് 2/1/1993 1/1/2002 ഇടയിലായി ജനിച്ചവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. SC STക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBCക്കാർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഡിസബിലിറ്റി ഉള്ള SC STക്കാരാണെങ്കിൽ 15 വർഷവും ഡിസബിലിറ്റി ഉള്ള OBCക്കാർക്ക് 13 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. കൺഫേംഡ് ആയിട്ടുള്ള LIC എംപ്ലോയീസിനൊക്കെ 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻസ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് വേണ്ട യോഗ്യത എന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 53,600 മുതൽ 1,02,090 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 92,870 ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ലഭിക്കുക. അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളായ കോൺട്രിബ്യൂട്ടറി പെൻഷന്, ഗ്രാറ്റുവിറ്റി, LTC ലീവ് ട്രാവൽ കൺസെഷൻ, മെഡിക്കൽ അലവൻസുകൾ, അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, പേഴ്സണൽ ഇൻഷുറൻസ്, വെഹിക്കിൾ ലോണ്, അതുപോലെ മൊബൈൽ ഹാൻഡ്സെറ്റ്, ലെതർ ബാഗ്, ഇതിനൊക്കെയുള്ള റീഇംബേഴ്സ്മെൻറ്റും ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവീസ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 1 വർഷം പ്രൊബേഷൻ ആയിരിക്കും. അത് വീണ്ടും 2 വർഷത്തേക്ക് നീട്ടാനുള്ള അധികാരം കൂടി LICക്ക് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ 5 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് കൂടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. LICയെ 4 വർഷം ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ 4 വർഷം LIC സെർവ് ചെയ്യാമെന്ന് നിങ്ങളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ബ്രേക്ക് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ SC STക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ 85 രൂപയും ട്രാൻസാക്ഷൻ ചാർജും GSTയും ആയിരിക്കും അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്കൊക്കെ 700 രൂപയും GSTയും ട്രാൻസാക്ഷൻ ചാർജുമാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ്സിനാണെങ്കിൽ 3 tier എക്സാമിനേഷൻ ഉണ്ടാകും. ആദ്യം ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരിക്കും. റീസണിങ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ചോദ്യങ്ങൾ 35 മാർക്ക്. ഈ രണ്ടും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ. അതേസമയം അതിനോടൊപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് 30 മാർക്കാണ്. അതൊരു ക്വാളിഫിക്കേഷൻ റേഞ്ച് മാത്രമുള്ളൂ. അതായത് 70 മാർക്കായിരിക്കും ഇതിൽ നിന്നും കൗണ്ട് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഫേസ് 2 മെയിൻ എക്സാമിനേഷൻ ഉണ്ട്. അതിന് റീസണിങ് എബിലിറ്റി 30 ചോദ്യങ്ങൾ 90 മാർക്ക്, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സൊക്കെ 30 ചോദ്യങ്ങൾ 60 മാർക്ക്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ 30 ചോദ്യങ്ങൾ 90 മാർക്ക്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് 30 ചോദ്യങ്ങൾ 60 മാർക്ക്. ആകെ 120 ചോദ്യങ്ങളും 300 മാർക്കുമാണ്. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. 2 ചോദ്യങ്ങളായിരിക്കും. അതിന് 25 മാർക്ക് വീതമായിരിക്കും. അത് ക്വാളിഫയിങ് നേച്ചറാണ് ഇവിടെയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മിനിമം മാർക്ക് എന്നുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. മിനിമം മാർക്കുള്ളവർക്ക് മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ ഇനിയും ഫേസ് 2 വരെ കഴിഞ്ഞ് നമ്മൾ ഫേസ് 1 പ്രിലിമിനറി എക്സാമിനേഷനും ഫേസ് 2 മെയിൻ എക്സാമിനേഷനും അത് കഴിഞ്ഞ് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ഫേസ് 3 ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് 60 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 30 മാർക്കും ഒക്കെ നേടുന്നവർക്ക് ക്വാളിഫൈ ചെയ്യും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. SC ST ഡിസബിലിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് 27 മാർക്ക് മതി. ബാക്കി എല്ലാവരും ഇൻ്റർവ്യൂവിന് 50% മാർക്ക് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉള്ള വേക്കൻസികളുടെ 3 ഇരട്ടി ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വിളിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ കഴിയും എന്ന് നോക്കുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2023 ജനുവരി 15 മുതൽ ജനുവരി 31 വരെയാണ് നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക. LICയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതുപോലെ ഒരു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഒരു ഹാൻഡ് ഡിക്ലറേഷൻ ഇതെല്ലാം നമ്മൾ എഴുതി റെഡിയാക്കിയിട്ട് അത് സ്കാൻ ചെയ്ത് വെക്കുക കൂടി വേണം. വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 4.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. സിഗ്നേച്ചർ കറുത്ത മഷി കൊണ്ട് വെള്ള പേപ്പർ തയ്യാറാക്കിയിട്ടായിരിക്കണം സ്കാൻ ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡിൽ തമ്പ് ഇംപ്രഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അതുപോലെ സ്മോൾ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കുക. ആ ഡിക്ലറേഷൻ ഇങ്ങനെയാണ്: അത് നിങ്ങളുടെ പേര് എഴുതുക. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദിസ് ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് റിക്വയർഡ് എന്നുള്ള ആ ഡിക്ലറേഷൻ കൂടി നിങ്ങൾ സ്വന്തം കൈ കൊണ്ട് എഴുതിയിട്ട് അത് സ്കാൻ ചെയ്ത് അതും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഫീസ് അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ജനുവരി 15 മുതൽ 31 വരെയാണ് അവസരം എന്ന കാര്യം മനസ്സിലാക്കണം. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ LIC വെബ്സൈറ്റായ www.licindia.in എന്ന സൈറ്റിലെ കരിയേഴ്സ് ലിങ്കിൽ പോയിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് AAO ജേർണലിസ്റ്റ് 2023 ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. ആദ്യം ഒരു ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളത് ഫില്ല് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് പ്രൊവിഷണലായിട്ട് ലഭിക്കും. അത് ഉപയോഗിച്ച് വീണ്ടും അത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്യുന്ന ഇമെയിൽ IDയിലും മൊബൈലും SMS ആയിട്ട് ലഭിക്കും. അത് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ അത് കഴിഞ്ഞ് ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കാനുള്ള ലിങ്കും ഇതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫീസ് അടച്ച് കഴിഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും. അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷ ഫീസ് പ്രോംപ്റ്റ് ആയിട്ട് കറക്റ്റ് ആയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.